അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 213, 214 എന്നിങ്ങനെ 2 ആയത്തുകളാണ്. 212 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അത് കേൾക്കേണ്ടവർക്ക് തിബ്ബിൽ ഖുലൂബ് നിലമേൽ എന്ന് യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കിയാൽ ഇൻഷാ അല്ലാഹ് കാണാവുന്നതാണ്. അർഹമറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് നീ പൂർണ്ണമായും ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും സർവമാന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഖൈറും ബർക്കത്തും നീ ഞങ്ങളിൽ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ. അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ. അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാ. അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. അവരുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. വിശാലത കൊടുക്കണേ അല്ലാ. റിസ്ഖ് വീതിയാക്കി കൊടുക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും അവരെയും ഞങ്ങളെയും വിജയിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാനൻ നാസു ഉമ്മത്തൻ വാഹിദതൻ. ഓ നബിയേ, മനുഷ്യർക്കിടയിൽ ഉടലെടുത്ത ഭിന്നിപ്പുകളുടെ ചരിത്രമൊന്ന് ചിന്തിച്ചു നോക്കണേ നബിയേ. ആദ്യം മനുഷ്യരെല്ലാം ഒരൊറ്റ സമുദായമായിരുന്നു കേട്ടോ. ഫബഅസല്ലാഹു നബിയ്യീന വമുൻദിരീന. പിന്നീട് സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി ഭിന്നിച്ചു വിവിധ കക്ഷികളായി പിരിഞ്ഞു നബിയേ. അങ്ങനെ വന്നപ്പോൾ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കുണ്ടാകുന്ന ശോഭനമായ ഭാവിയെക്കുറിച്ച് സന്തോഷവാർത്തകൾ അറിയിച്ചുകൊണ്ടും അതിൽ നിന്ന് വ്യതിചരിക്കുന്നവരെ താക്കീത് ചെയ്തുകൊണ്ടും അല്ലാഹു നബിമാരെ അയച്ചു കേട്ടോ. മാത്രവുമല്ല നബിയേ, വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനൻ നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി. മനുഷ്യർ ഭിന്നിച്ചു കഴിഞ്ഞിട്ടുള്ളതായ വിഷയങ്ങളിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി സത്യത്തോടുകൂടിയ വേദം നബിമാരോടൊപ്പം അല്ലാഹു അയച്ചു കൊടുക്കുകയും ചെയ്തു നബിയേ. എന്താണ് നമുക്ക് മനസ്സിലായത്? ആദ്യം ഒരൊറ്റ സമുദായമായിരുന്നു എന്നും
അവരെല്ലാവരും പിന്നീട് കലഹിച്ച് ഭിന്നിച്ച് പല പല സമുദായങ്ങളായി മാറിയെന്നും അങ്ങനെ ആ സമുദായത്തിലേക്ക് നാഥനായിട്ടും സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഓരോരോ പ്രവാചകന്മാരെ അയച്ചു എന്നും മാത്രവുമല്ല യാഥാർത്ഥ്യവും കൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമുകൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുമാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. പിന്നീട് നോക്കാം. വമഖ്തലഫ ബിഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാതു ബഗ്യം ബൈനഹും. വേദം നൽകപ്പെട്ടവർ മാത്രമാണ് ആ വേദത്തിൻ്റെ വിധികളിൽ ഭിന്നിച്ച് നിന്നത് കേട്ടോ. അതായത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്ന് കിട്ടിയ ശേഷവും അങ്ങനെ അവർ ചെയ്തത് എന്തിനാണെന്നറിയുമോ? അവർക്കിടയിലുള്ള സ്പർദ്ധ നിമിത്തം മാത്രമാണ് കേട്ടോ. പിന്നീടോ ഫഹദല്ലാഹുല്ലദീന ആമനൂ ലിമഖ്തലഫൂ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിഹി. അവർ ഭിന്നിച്ചിരുന്നതായ വിഷയങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സത്യവിശ്വാസികളെ തൻ്റെ അനുമതിയോടെ അല്ലാഹു വഴി കാണിച്ചു. അല്ലാഹു അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുത്തുവത്രേ. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും കേട്ടോ. നമ്മൾ ഈ ആയത്തൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെയൊക്കെ എടുത്ത് നമ്മൾ പരിശുദ്ധമായ ഖുർആനല്ലേ വായിച്ച് കേട്ട് മനസ്സിലാക്കണം. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും നബിയേ. അം ഹസിബിതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പുരോഗമന മാർഗത്തിൽ അഥവാ ഒരാൾ, അള്ളാഹു പറയുകയാണ്, അഥവാ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ കടുത്ത ത്യാഗങ്ങൾക്ക് സന്നദ്ധരായി കൊള്ളുക. അതല്ല മുസ്ലിമെന്ന പേര് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ ധരിച്ചു പോയിട്ടുണ്ടോ? ആ ധാരണ ഒരിക്കലും വേണ്ട. വാസ്തവത്തിൽ മുമ്പ് കഴിഞ്ഞുപോയവരുടെ സ്ഥിതി നിങ്ങൾക്ക് ഇതുവരെയും എത്തിക്കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം മുസ്ലിമായി കഴിഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാഉ വസുൽസിലൂ. കടുത്ത സാമ്പത്തിക ദുരിതങ്ങളും മറ്റ് വിപത്തുകളും അവരെ ബാധിച്ചു. ആരെയാണ്? മുൻഗാമികളെ. അങ്ങനെ പരീക്ഷണങ്ങളുടെ കാഠിന്യം മൂലം അവർ കിടുകിടെ വിറച്ചു പോയി നബിയേ. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു വമത്താ നസ്റുല്ലാഹ്. അവസാനം ഞങ്ങൾക്ക് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം എത്തിച്ചേരുക എന്ന് ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും ദൈവസന്നിധിയെ നോക്കി പറഞ്ഞു പോകത്തക്ക ഘട്ടം വരെ എത്തികട്ടോ. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അപ്പോൾ അദൃശ്യലോകത്തിൻ്റെ കവാടം പൊടുന്നനെ തുറന്നു. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, പേടിക്കേണ്ട,
അള്ളാഹുവിൻ്റെ സഹായമിതാ അടുത്തിരിക്കുന്നു കേട്ടോ, അതേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. എന്തുമാത്രം പരീക്ഷണങ്ങളാണ് നമുക്ക് മുമ്പുള്ള മുൻഗാമികൾ നേരിട്ടത് എന്ന് നബി അറിയിച്ചു കൊടുക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളുടെ ലോകത്തായിരുന്നു. സ്വർഗത്തിൽ നിന്ന് തന്നെ പുറത്തള്ളിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആകെ വിഷമിച്ച് കിടുകിടാ പറച്ചു പോയി. ഹവ്വാ ബീവിയെ പിരിച്ചപ്പോൾ ആദം നബിയും ഹവ്വാ ബീവിയും ഒന്നിച്ചായിരുന്നല്ലോ. അവരെ രണ്ടുപേരെയും പിരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബിയും ഹവ്വാ ബീവിയും ഒക്കെ വളരെ കിടുകിട വിറച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, എന്നിട്ട് പോലും രക്ഷയില്ല. അത്ര പേടിച്ച് വിറച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ തീക്കുണ്ടത്തിൽ. അങ്ങനെ എത്ര മുൻഗാമികൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു നബിയേ. അത്രയൊന്നും ത്യാഗങ്ങളൊന്നും ഇവർക്ക് വന്നിട്ടില്ലല്ലോ എന്നാണ് അള്ളാഹു പറയും. വെറുതെ അങ്ങ് മുസ്ലിമായി ഒരു പേര് കൊണ്ട് മാത്രം, അള്ളാഹുവാണ് ചോദിക്കുന്നത്, ഒരു പേര് കൊണ്ട് മാത്രം മുസ്ലിമായി ഒരു അബ്ദുൾ റഹീം, ഒരു അബ്ദുൽ ജലാൽ, ഒരു അബ്ദുൽ ഖുദ്ദൂസ് എന്നൊക്കെ ഒരു പേര് കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട നബിയേ സത്യവാന്മാർ. കാരണം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അറിയിച്ചു കൊടുക്കണം, നബിയെ അവരോട് പറയണം, അവരുടെ മുൻഗാമികൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഈ ദീനുൽ ഇസ്ലാമിൽ നിന്നത്, അടിയുറച്ച് നിന്നത്. അങ്ങനെ നിന്നതുകൊണ്ടാണ് അവർക്ക് സ്വർഗം കിട്ടുക. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊന്നും വന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇപ്പോഴേ ബേജാറാവുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇനി ആലാപനത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാ മനുഷ്യരെ ഇതാ സൃഷ്ടിച്ചേ, ഒരേ ഒന്ന് സമുദായമായി. അള്ളാഹു മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത് ഒരൊറ്റ സമുദായമായിട്ടാണ് കേട്ടോ. മുമ്പുള്ള മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത്. അല്ലാഹുവല്ലാതെ ഇലാഹില്ലാന്ന് അവനും ഏകനാണ്. ഇതിലും പതറാതെ മനുഷ്യരെല്ലാം എന്നും നിലനിൽക്കാൻ അരുളി റബ്ബ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദ്യമേ മനുഷ്യരെ സൃഷ്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല എന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരേ ഒരു സമുദായമായിട്ടാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അടിവരയിട്ട് പറയുകയാണ്. മനുഷ്യൻ ഇതാ ഒന്നും കേൾക്കാതെയും അവരും പല മതങ്ങളായി. ഇതിനെ മിതാ അല്ലാഹ് ക്ഷമിച്ചും കൊണ്ട് ഓരോ പ്രവാചകരെയും അവർക്ക് നൽകി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ഒരൊറ്റ സമുദായമായി മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു. പക്ഷേ ഈ മനുഷ്യർ സ്പർദ്ധ കാരണം അവർ ഭിന്നിച്ച് കഴിഞ്ഞുപോയി. അവർ വേറെ ഗോത്രക്കാരായി, വേറെ സമുദായങ്ങളായി, അവരുടെ വിശ്വാസങ്ങൾ തന്നെ വേറെ ആയിപ്പോയി. എന്നിട്ടും അള്ളാഹു ക്ഷമിച്ചുകൊണ്ട് അവരിലേക്കിതാ ഓരോ ദൂതന്മാരെയും യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുവാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമും കൂടി അവരിലേക്ക് അയക്കുന്ന രംഗമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. ജനമോ അവരെയും ഇതാ തള്ളിയേ
ജനത്തെ യഥേഷ്ടമായി കഴിഞ്ഞു കൂടി. എന്നിട്ടും ജനങ്ങളെല്ലാം, ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഇതെല്ലാം തള്ളിക്കളഞ്ഞുവത്രേ. എന്നിട്ട് അവരുടെ യഥേഷ്ടം എങ്ങനെയാണോ അങ്ങനെയൊക്കെ താന്തോ നിവാസികളായി ഈ ദുനിയാവിൽ ജീവിക്കാം തുടങ്ങി കേട്ടോ. ആദം നബി മുതൽ ഖിയാമത്തോളം ഏക ഇലാഹിലും വിശ്വാസവും, ഇടയിൽ ഒരുപാട് പ്രവാചകരെയും അയച്ചു ഇതാ ഇലാഹെന്നറിയാൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളെല്ലാം ഒരൊറ്റ വിശ്വാസമായിരിക്കണം. അത് ഏത് വിശ്വാസമാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല എന്ന് നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കണം മനുഷ്യരേ. എന്നിട്ട് ഈ ഓരോ സമുദായങ്ങളിലും ഓരോ പ്രവാചകന്മാരെയും നിയോഗിച്ചു. എന്നിട്ട് ആ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ കലാമിലും നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ എന്ന് അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയിച്ചു കൊണ്ടേ ഇരുന്നു കേട്ടോ. ഇടയിൽ ഒരുപാട് പ്രവാചകരെയും അയച്ചു ഇതാ അല്ലാഹ് ഇലാഹെന്നറിയാൻ. ഇവർ ഈ മനുഷ്യരെല്ലാം പല പല സമുദായമായപ്പോൾ ഒരൊറ്റ ഇലാഹാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരുപാട് പ്രവാചകന്മാർ ഈ മനുഷ്യർക്ക് ഇടയിൽ അയച്ചുവത്രേ എന്നല്ലാഹു പറയുകയാണ്. ജനത്തിൽ പകുതിയും ഇത് കൊണ്ടില്ല, അവരെ യഥേഷ്ടമായി അവർ ജീവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പ്രവാചകന്മാർ വന്ന് അവരുടെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഇന്ന പിതാക്കളുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ദൈവമുണ്ട്, ഇനി നിൻ്റെയൊന്നും ദൈവം വേണ്ട, ഒരു ഇലാഹും വേണ്ട എന്നവർ പുച്ഛിച്ചു തള്ളിയത്രേ. എന്നിട്ട് മനുഷ്യരുടെ യഥേഷ്ടം അവർ ജീവിക്കാൻ തുടങ്ങി എന്ന് നബിയെ അറിയിക്കുകയാണ് കേട്ടോ. ഇതിനാലിതാ അല്ലാഹ് ദൂതന്മാരെ അയച്ചു ജനങ്ങൾക്ക് ഇടയിലായി. ഓരോ സമുദായത്തിനും ഇടയിൽ ഓരോ പ്രവാചകന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയുമായി അയച്ചു കേട്ടോ. വേദോമിതാ അല്ലാഹ് കൊടുത്തയച്ചു, സത്യവും അസത്യവുമേ വേർതിരിച്ചു. സത്യമേതാണ് അസത്യമേതാണെന്ന് മനസ്സിലാക്കാൻ ഈ പ്രവാചകന്മാർ മുഖേന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമും ഈ ജനതയിലേക്ക് ഇറക്കിക്കൊടുത്തുവത്രേ. വേദഗ്രന്ഥങ്ങളും ഇറക്കിക്കൊടുത്തുവത്രേ. എന്നിട്ടും ജനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏക ഇലാഹിൽ വിശ്വസിച്ചില്ലത്രേ. അവരിതാ ബഹുദൈവ വിശ്വാസികളായി അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അടിവരയിട്ട് പ്രവാചകനോട് ഉണർത്തുകയാണ്. സത്യമതത്തെയും പിടിച്ചോവർക്ക് അല്ലാഹ് ഇതാ അല്ലാഹ് പറഞ്ഞു കൊടുത്ത്, സത്യമതത്തിലും ഇതാ വന്നോർക്ക് കഠിന ഇതാ ത്യാഗം സഹിച്ചേ പറ്റൂ. അല്ലാഹ് പറയുന്നു മുസൽമാന്മാരോട്, പേരും അത് കൊണ്ട്
മുസൽമാനല്ല. സ്വർഗം അവിടേക്ക് എളുപ്പം അങ്ങ് കടക്കാൻ തുനിയണ്ട, നടക്കില്ല നീ. അള്ളാഹുവിൻ്റെ ഏക ഇലാഹിൽ സത്യമതത്തിലേക്ക് വന്നതായ മുസ്ലിമീങ്ങൾ അന്നൊരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ അവർ ബേജാറായപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്, ഓ മുസൽമാന്മാരെ, പേരുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്നുള്ള മോഹം വേണ്ട. ചിലപ്പോൾ പട്ടിണി കിടക്കണം, ചിലപ്പോൾ നിങ്ങളുടെ സഹോദരന്മാർ മരിച്ചു പോകും, അവരുടെ ജീവൻ പോകും. നിങ്ങൾ ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ, അതുപോലെ സ്വർഗം കിട്ടുകയുമുള്ളൂ. അതുകൊണ്ട് അടിയുറച്ചാര് നിൽക്കുന്നവോ അവർക്ക് മാത്രമാണ് സ്വർഗമെന്ന് അള്ളാഹു ഇവിടെ അറിയിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഓ മുസൽമാൻ, പേരുകൊണ്ട് മുസൽമാനായവരെ, നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുകൂടി അള്ളാഹു ഉണർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മളും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണമെന്നാണ് ഇതിൻ്റെയൊക്കെ ആശയം. ഒരു ചെറിയ ബുദ്ധിമുട്ട്, പനി, ക്യാൻസർ, അറ്റാക്ക്, പൈസ നഷ്ടം, അല്ലെങ്കിൽ വണ്ടിയൊന്ന് ഇടിച്ച്, കാലും കൈയും ഒടിഞ്ഞ്, എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നാലും ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്, സ്വർഗത്തിന് വേണ്ടിയാണ്. ഇതെന്നും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അതാണ് മുസൽമാൻ. അല്ലാതെ ഒരു ചെറിയ മതവേദന വരുമ്പോഴത്തേക്ക് ഉടനെ ഓടുകയല്ല മന്ത്രവാദികളുടെ അടുക്കലും തങ്ങന്മാരുടെ അടുക്കലും ആഭിചാരക്രിയ ചെയ്യാനുമാണ്. പിന്നെയോ അതെല്ലാം സാധാരണയുള്ള നമ്മളെ ഈ ശാസ്ത്രീയ ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ചിട്ട് കുറവില്ല എങ്കിൽ നമ്മളത് സഹിക്കുക, ത്യാഗങ്ങൾ സഹിക്കുക. നമുക്ക് വിശപ്പ് വന്ന് സഹിക്കുക, പട്ടിണി വന്ന് സഹിക്കുക, ദാരിദ്ര്യം വന്ന് സഹിക്കുക, നമ്മളുടെ മക്കൾ മരിച്ചുപോയി സഹിക്കുക, ഭാര്യ മരിച്ചുപോയി സഹിക്കുക. അങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ മുസൽമാന്മാരാളും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ, അടിയുറച്ച് നിൽക്കുന്നവർക്ക് ഇതെല്ലാം വന്നു ചെയ്യും. എന്നാലും നമ്മൾ ആഭിചാരക്രിയയുടെ പിറകെയും തങ്ങന്മാരെ പിറകെയും അതുപോലെ മക്കാമുകളുടെ പിറകെയും ഒന്നും പോകാതെ അടിയുറച്ച് അല്ലാഹുവിൽ നിൽക്കണം. അടിയുറച്ച് അല്ലാഹുവിൽ നിൽക്കണം, അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കണം. അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് വരും എന്ന ബോധ്യത്തോടെ നമ്മൾ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കരഗതമാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു വയറ്റുവേദന വരുമ്പോൾ ഉടനെ പോയി തങ്ങളെയും പെങ്ങളെയും മക്ബറയിലും പോയി കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആശ്വാസം കണ്ടെത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നാലേ സ്വർഗമൊന്നും കിട്ടൂല. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. ത്യാഗം ഒരുപാട് സഹിച്ചാലാണ് സ്വർഗം അതിലേക്കും പാസുള്ളത്. അല്ലാഹ് പറയുന്നു, മുൻകാമികൾ ത്യാഗം ഒരുപാട് സഹിച്ചവരാ, അവരും ഇതാ രോഗം ഇത് കാരണം, അവരും ഇതാ ധനവും അത് കാരണം, അവരും ഇതാ വിശപ്പും അത് കാരണം, അവരും ഇതാ ദാഹം അത് കാരണം, അവരും ഇതാ ശത്രു അത് കാരണം, അവരും ഇതാ ജീവൻ അത് കാരണം. ആകെ വിഷമിച്ച് ബേജാറായേ അവരും ഇതാ ദുരിത കയത്തിലായേ. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പായി വന്ന പ്രവാചകന്മാരും അവരിൽ അടിയുറച്ച് വിശ്വസിച്ചതായ സത്യവിശ്വാസികളുടെയും കാര്യം അള്ളാഹു പറയുകയാണ് കേട്ടോ. രോഗങ്ങൾ കൊണ്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടു നബിയേ.
എന്നിട്ടും അവർ ആഭിചാരക്രിയകളൊന്നും ചെയ്തില്ല നബിയേ. അവർ എന്നെ വിട്ട് വേറെ ആരുടെ അടുക്കലും അവർ പോയില്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന എന്നെ മാത്രം അവരുരുവിട്ടു നബിയേ. അതാരാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, നബിയേ, അവരുടെ ധനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു നബിയേ. അവരുടെ ധനവും സമ്പത്തുമെല്ലാം പ്രകൃതി ദുരന്തങ്ങളാൽ നശിച്ചു പോയി നബിയേ. അങ്ങനെ അവർക്ക് വിശപ്പടക്കാൻ ഒരു തുള്ളി ദാഹം, ഒരു വിശപ്പടക്കാൻ അവർക്കൊരു നേരത്തെ ആഹാരമില്ലാതെ, ദാഹമകറ്റാൻ ഒരു തുള്ളി കുടിവെള്ളമില്ലാതെ അവരാകെ വലഞ്ഞു പോയി നബിയേ. അവരാകെ ദുഃഖത്തിലായി നബിയേ. എന്നിട്ടും അവർ വേറെ ഒരുത്തൻ്റെ അടുക്കലും പോയില്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയിൽ അവരടിയുറച്ചു നിന്നു നബിയേ. അവരാഭിചാരക്രിയ ചെയ്യാൻ പോയില്ല നബിയേ. മാരണങ്ങൾ ചെയ്യാൻ അവർ പോയില്ല നബിയേ. മാന്ത്രിക വിദ്യയിലൂടെ സമ്പാദിക്കാൻ അവർ പോയില്ല നബിയേ. അവർ വിശപ്പ് സഹിച്ചു, അവർ ദാഹം സഹിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിന്നു നബിയേ. അവരും ഇതാ ശത്രു അത് കാരണം, അവരും ഇതാ ജീവൻ അത് കാരണം. ശത്രുക്കൾ അവരെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയത്താൽ അവർ ഒളിച്ച് താമസിച്ചു നബിയേ. എന്നിട്ട് പോലും അവരുടെ ജീവനുകൾ ഒരുപാട് ശത്രുക്കൾ കൊയ്തു നബിയേ. അവരുടെ മക്കളുടെ ജീവനുകൾ എടുത്തു നബിയേ. അവരുടെ മരുമക്കളുടെ ജീവനുകൾ എടുത്തു നബിയേ. അവരുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ, അങ്ങനെ ഒരുപാട് ജീവനുകൾ ഈ ശത്രുക്കൾ എടുത്തു നബിയേ. എന്നിട്ടും അവരൊരുത്തൻ്റെയും കാല് പിടിക്കാൻ പോയില്ല നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തിൽ അവർ ഉറച്ചു നിന്നു നബിയേ. ഒരു ആഭിചാരക്രിയയും ഒരു മാരണവും ഒരു മന്ത്രവാദവും അവർ നടത്തിയില്ല ഹബീബേ. അവർ ഉറച്ചു നിന്ന് ഒരൊറ്റ കലിമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിൽ അവരടിയുറച്ചു നിന്നു നബിയേ. എന്തിനവരടിയുറച്ചു നിന്നതെന്നറിയുമോ? റബ്ബിൻ്റെ സഹായം വന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കൈവിട്ടില്ല. പ്രതീക്ഷ അവർ കൈവിട്ടില്ല നബിയേ. എപ്പോഴായാലും ഞങ്ങളുടെ റബ്ബവൻ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ബോധ്യം ആ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരെ പിൻപറ്റിയ യഥാർത്ഥ സത്യവിശ്വാസികൾക്കും ഉണ്ടായിരുന്നു നബിയേ. അതുകൊണ്ട് വേറെ ആരുടെ അടുത്തും അവർ പോയില്ല നബിയേ. ആകെ വിഷമിച്ച് ബേജാറായി അവരും ഇതാ ദുരിത കയത്തിലായി. അങ്ങനെ രോഗം കൊണ്ട് പൊറുതിമുട്ടി, ധനമില്ലാതെ പൊറുതിമുട്ടി, വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടി, ദാഹം കൊണ്ട് പൊറുതിമുട്ടി, ശത്രുവിൻ്റെതായ കുതന്ത്രങ്ങളിൽ പൊറുതിമുട്ടി, മക്കളും മരുമക്കളും ഭാര്യയും, അങ്ങനെ ഒരുപാട് ബന്ധുജനങ്ങൾ ഇതാ ജീവനെ, അവരുടെ ജീവനെല്ലാം ത്യജിക്കേണ്ടി വന്നു. എല്ലാവരുടെയും ജീവൻ ഇതാ എടുത്തു ശത്രുക്കൾ. എന്നിട്ടും അവരാകെ പതറാതെ റബ്ബിലേക്ക് അടിയുറച്ചു നിൽക്കുന്നു. അവസാനം അവരിതെല്ലാം സഹിച്ചവർ ബേജാറായി നബിയേ. എന്ത് ഇതാ ചെയ്യും, എവിടെ പോകും, അവരും ഇതാ ചിന്ത മുഷിഞ്ഞു പോയി.
അവരും ഇതാ ദൂതർ സഹിയും കേട്ട് വിറച്ചും ഇതാ കൊണ്ട് പറഞ്ഞു പോയി. അവരും ഇതാ നോക്കി റഹ്മാൻ ദർബാർ, പറഞ്ഞു ഇതാ റബ്ബേ സഹായം എന്നാ. അതുപോലവരാകെ അനുഭവിച്ചേ ത്യാഗം സഹിക്കാതെ സ്വർഗമില്ലേ. അങ്ങനെ ജീവൻ കൊടുത്ത് ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ അവർ ബലിയാടായി. ദാഹം പെരുത്ത് വിശപ്പ് സഹിച്ച് അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ആകെ അവർ പ്രവാചകന്മാരും ആ പ്രവാചകരിൽ വിശ്വസിച്ച സത്യവാന്മാരും എല്ലാം ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടിലായി അവരാകെ ബേജാറിലായ സമയം, അവർ കിടുകിടാ വിറയ്ക്കുന്ന സമയം, അവർ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക്, ആകാശത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു പോയി. അല്ലാ, ഇനി എന്നാണ് റബ്ബേ ഞങ്ങൾക്ക് നിൻ്റെ സഹായമുണ്ടാവുക? നിൻ്റെ സഹായം എന്നാണ് അല്ലാ ഇനി നമുക്കുണ്ടാവുക എന്ന് അവരത്രത്തോളം വിഷമിച്ച് കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് അവരിതാ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തു. നബിയേ, നമ്മളാണെങ്കിലോ ചെറിയ ഒരേ ദുഃഖം നമുക്ക് വന്നാൽ ആകെ ഇതാ ബേജാറല്ലോ. നമ്മൾ അരുമ സന്താനങ്ങളിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ പിന്നെ ബേജാറായി. എന്തിനേറെ 100 രൂപ കയ്യിലുണ്ട്, അതിൽ 50 രൂപ കളഞ്ഞു പോയാൽ നമുക്കെന്തോ ഒരു വിഷമമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. പിന്നെയല്ലേ മക്കൾ മരിച്ചു പോവുക, പിന്നെയല്ലേ നമ്മളെ സ്വർണം മോട്ടിച്ചുകൊണ്ട് പോവുക. നമുക്കെന്തെങ്കിലും ഒരു ചെറിയ ദുഃഖം വന്നാൽ നമ്മൾ ഓടും. ഇതാ നമ്മൾ ആഭിചാരം ഇതുപോലിതാ ഉള്ള സ്ഥലത്തേക്കാണ്. ശകലം നമുക്കൊന്ന് ക്ഷമിച്ച് കൂടെ, റബ്ബിൻ സഹായവും കേട്ടുകില്ലേ. ഒന്ന് ചിന്തിക്കണം, സാക്ഷാൽ മുസൽമാന്മാർ നമ്മളായോ. ഒരു ചെറിയ ദുഃഖം വന്നാൽ, ഒരു ചെറിയ പ്രയാസം വന്നാൽ അള്ളാഹുവിനെയും കളഞ്ഞിട്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെയും കളഞ്ഞിട്ട് നമ്മളെല്ലാവരും ഓടുകയല്ലേ. ഓടുന്നത് എവിടെയാണ്? തങ്ങളുടെ അടുക്കലാണ്. ഓടുന്നത് എവിടെയാണ്? മന്ത്രവാദികളുടെ അടുക്കലാണ്. ഓടുന്നത് എവിടെയാണ്? സ്വലാത്ത് മജ്ലിസുകളുടെ പേരും പറഞ്ഞ് നടക്കുന്ന ആഭിചാരക്രിയകളിലും എന്തൊക്കെയോ തോന്നിവാസങ്ങളിലും നമ്മൾ ഓടുകയാണ്. മക്ബറകൾ തോറും ഓടുകയാണ്. ഔലിയാക്കളെ തെരഞ്ഞു ഓടുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകന്മാരും അവരുടെ അനുയായികളും പോലും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും അനുഭവിച്ചവർ കഷ്ടത്തിലായി ആകെ ബേജാറിലായി വിറച്ചുകൊണ്ട് അവരവസാനം അള്ളാഹുവിനോട് ചോദിക്കുന്നു, നിൻ്റെ സഹായം ഇപ്പോഴെങ്ങാണം, എപ്പോഴാണ് ഞങ്ങൾക്ക് വന്ന് കിട്ടുക എന്ന് പ്രവാചകന്മാർ പോലും ചോദിച്ച ആ സന്ദർഭം അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ്. എങ്കിൽ എൻ്റെ മുസൽമാന്മാരെ, നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ ഓടുന്നത് എവിടേക്കാണ്? ഔലിയാക്കൾ അടുക്കലേക്കാണ്. വല്ല കഴിവുമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രവാചകന്മാർക്ക് അവരുടെ അനുയായികളെ സാന്ത്വനപ്പെടുത്താൻ കഴിയുകയില്ലായിരുന്നോ എന്നീ ഖുർആനിൽ വ്യക്തമായി പറയുകയാണ്. കഴിയുമായിരുന്നല്ലോ. പ്രവാചകന്മാരെ വിശ്വസിച്ചതായ, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചതായ ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രവാചകന്മാർക്ക് സ്വയമേ സാധിച്ചുവോ? ഇല്ല, ഒരിക്കലും സാധിച്ചില്ല. പിന്നെയാണോ ഈ ഔലിയ എന്നൊക്കെ പറയുന്ന
എന്തൊക്കെയോ ഉള്ള ആൾക്കാരെ നമ്മൾ ചെറിയ ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പോയി ഇവരെയൊക്കെ സമീപിച്ച് അവരുടേതായ വഴികളിൽ ചെന്ന് നമ്മൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഈ ഇന്നാലില്ലാഹി പറഞ്ഞത് മുസീബത്ത് കാരണമാണ്. ആ മുസീബത്തിലേക്കൊക്കെ ഞാനും നിങ്ങളും പോകണോ? ഒന്ന് ചിന്തിച്ച് നോക്കണേ എൻ്റെ മുസൽമാന്മാരെ. ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമായോ? ഒന്ന് ചിന്തിച്ച് നോക്കണം. ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമായോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ കൈപിടിച്ച് അല്ലാഹുവിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ നിന്നും നമ്മൾ ഒരിക്കലും പിടിവിടുകയില്ല. എപ്പോഴായാലും അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. സ്വർഗം ഒന്ന് ഇതാ ഒന്ന് ചിന്തിക്കണം, സാക്ഷാൽ മുസൽമാന്മാർ നമ്മളായോ? യഥാർത്ഥ മുസൽമാന്മാർ നമ്മളായോ? ഈ ആയത്തിൻ്റെതായ ചിന്തയിൽ നമ്മളെത്തിയോ? അള്ളാൻ്റെ റസൂലിന് അറിയിച്ചു കൊടുത്തതാണ് ഈ ആയത്ത്. ലോക മുസൽമാന് അറിയിച്ചു കൊടുത്തതാണ് ഈ ആയത്ത്. ലോക മനുഷ്യർക്ക് അറിയിച്ചു കൊടുത്തതാണ് ഈ ആയത്ത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? എന്ത് ദുഃഖങ്ങൾ വന്നാലും, എന്ത് ദുരിതങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് മനക്ലേശങ്ങൾ വന്നാലും, പേടിച്ച് വിറക്കേണ്ടി വന്നാലും നിങ്ങൾ അല്ലാഹുവിനെ ഒരിക്കലും കൈവിട്ടു പോകല്ലേ, കൈവിടല്ലേ. അവൻ്റെ സഹായത്തിനായി നിങ്ങൾ കാത്തു നിൽക്കണം കേട്ടോ. കുറ്റിയടിച്ചതുപോലെ കാത്തു നിൽക്കണം കേട്ടോ. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് വ്യതിചലിച്ചിട്ട് ഒരൊറ്റ മജ്‌ലിസിലും പോയി നിങ്ങൾ ബേജാറായി ഇസ്ലാമിൻ്റെ തനതായ ശൈലികളിൽ നിന്നും ഇസ്ലാമിൻ്റെതായ വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകരുത് കേട്ടോ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നുള്ളൂ കേട്ടോ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സ്വർഗം വരിക്കുവാൻ ത്യാഗം വേണം, വെറുതെ കടക്കാമേ മോഹം വേണ്ട. ഇത് അള്ളാഹു പറഞ്ഞതാണ്, പരിശുദ്ധമായ ഖുർആനാണ്, ഞാൻ എടുത്തെഴുതിയ വരികളാണ്. സ്വർഗം വരിക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ മോഹം മാത്രം പോരാ, വെറുതെ അങ്ങ് കടക്കാനുള്ള മോഹം വേണ്ട. ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ, പാസ് കിട്ടുകയുള്ളൂ കേട്ടോ. സഹിച്ചു ഇതാ നെല്ലി പലക കാണും, ശേഷം ഇതാ റബ്ബിൻ സഹായമെത്തും. നമ്മൾ പറയില്ല ക്ഷമിച്ച് നെല്ലിപ്പലക കണ്ടെന്ന്. അതേ ദുഃഖങ്ങളും ദുരിതങ്ങളും ഓരോന്നായി മാറി മാറി വന്ന്, പ്രയാസങ്ങൾ മാറി പ്രയാസങ്ങൾ വന്ന്, ദുഃഖങ്ങൾ മാറി ദുഃഖങ്ങൾ വന്ന്, ദുരിതങ്ങൾ മാറി ദുരിതങ്ങൾ വന്ന്, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളുടെ മേൽ പതിക്കും കേട്ടോ. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് കേട്ടോ. റബ്ബിൻ സഹായവും തീരുകില്ല, നാളെ പരലോകം അവിടെയും കേട്ടും. ക്ഷമയും അതില്ലാതെ പെരുമാറിയാൽ ദോഷം നമുക്കാണേ റബ്ബിനല്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക. എന്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നാലും നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നിന്നാൽ ഈ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതായ പ്രവാചകന്മാർക്കും ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ച സത്യവാന്മാർക്കും ഇതാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി വന്നു. അവരിങ്ങനെ പിടിച്ചു നിന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിടിച്ചങ്ങനെ നിന്നു. അവസാനം അവർ വിറച്ച ഘട്ടത്തിൽ അവർ അള്ളാഹുവിനോട് ചോദിച്ചു പോയി. ആരൊക്കെയാണ് ചോദിക്കുന്നത്? ആ പ്രവാചകന്മാരും ആ അനുയായികളും ചോദിച്ചു പോയി, നിൻ്റെ സഹായം അല്ലാ ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് വരാനുള്ളത്?
അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഇതാ എൻ്റെ സഹായം എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ, നിങ്ങൾക്ക് എൻ്റെ സഹായം ഇതാ എത്തിക്കഴിഞ്ഞു കേട്ടോ. അത്രയും ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.